നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കൊച്ചു സഹോദര സഹോദരി, ഇത് നിങ്ങളോട് പറയുന്ന വാക്കുകളാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഉണർത്താനുള്ളത്. ഒന്നാമത്തെ വിഷയം, യു ഹവ് ഡൺ മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാനിക് ആവാതിരിക്കുക. ഇത്രത്തോളം നിങ്ങളെത്തി, ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെത്തി. ആ ഒരു എക്സാം അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതും. അതിൽ തോറ്റാലും ജയിച്ചാലും മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒന്നും ജീവിതം മുഴുവൻ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് താണ്ടി പോകാനുണ്ട്. അത് മാത്രം മനസ്സിൽ ഓർക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതിനെ മാത്രം കുറിച്ച് ആലോചിക്കുക. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതിനപ്പുറത്താണെങ്കിൽ അത് റിലീസ് ചെയ്യുക. അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഗോ വിത്ത് എ സ്മൈൽ ആൻഡ് കം വിത്ത് എ സ്മൈൽ. ഇനി അവിടെ എത്തി ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഡിഫിക്കൽട്ട് ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കുക. എളുപ്പം ഏതാണെന്ന് തോന്നുന്നത് അത് ആദ്യം എഴുതുക. ഇനി എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആവണമെങ്കിൽ ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. നമ്മളിനി നല്ല രീതിയിൽ കാം മൈൻഡോട് കൂടി, സ്ട്രെസ്ഡ് അല്ലാത്ത മൈൻഡോട് കൂടി പോയാൽ നിങ്ങൾക്കെല്ലാം വൃത്തിയായിട്ട് എഴുതാം. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഇന്ന് കാണുന്ന പല വലിയ ഡോക്ടർമാരും ഇതേപോലെ വിറയുന്ന കൈകളോടെ പതറുന്ന മനസ്സോടുകൂടി തന്നെ എക്സാം എഴുതി പാസ്സായ ആൾക്കാരാണ്. അവരെക്കുറിച്ച് ആലോചിക്കുക. ഇനി അതല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അല്ലാത്തവർ വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. അതല്ലാത്തവർ പഠിക്കാതെ മറ്റ് കാര്യങ്ങളിൽ മുഴുകി അവർ സക്സസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, നീറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റെപ്പ്, ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതുക. നിങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, മറ്റുള്ളവരുടെ എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ ജയിച്ചില്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ എനിക്ക് ആ റാങ്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ, ഞാൻ ഡോക്ടറായില്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ മുഴുവൻ എന്നെ നോക്കി പഴിപറിയില്ലേ, എന്നെ നോക്കി പുച്ഛിക്കില്ലേ, ഈ നാട്ടുകാരോ മറ്റാരോ നിങ്ങളുടെ സഹായത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, പാരൻസ് തമ്മിലുള്ള മത്സരമല്ല, കുട്ടികൾ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായി മാത്രം നീറ്റിനെ കാണുക. അതല്ലാതെ വലിയൊരു മത്സരമായി അവരുടെ തലയിൽ പ്രഷർ കയറ്റി അവരെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിജയാശംസകൾ ഉണ്ടാവട്ടെ. നല്ല ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിനും മാനവികതയ്ക്കും ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് മുനീർ അൽ വഫ വിത്ത് ലവ്.